ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ എടപ്പള്ളിക്കടുത്തായി മഞ്ഞമ്മൽ ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നൊരു 3 ബെഡ്റൂം വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 3 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് നിയറസ്റ്റ് മെട്രോ സ്റ്റേഷനിലേക്ക് 4 കിലോമീറ്ററും എടപ്പള്ളി ലുലു മാളിലേക്ക് 3.5 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്ററും എറണാകുളം ഹൈക്കോടതിയിലേക്ക് വരുന്നത് 11 കിലോമീറ്ററുമാണ്. 100% നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്റർലോക്ക് വിരിച്ച മുനിസിപ്പൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ടെക്സ്ചർ ഡിസൈനൊക്കെ കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ചുറ്റുമതിൽ പണിതിരിക്കുന്നത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് വീടിൻ്റെ ഗേറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. കടപ്പാക്കലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്താണ് മുറ്റം മുഴുവനായി ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. കൂടാതെ KWA വാട്ടർ കണക്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. മുഴുവനായി ഗ്രാനൈറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ചെറിയൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മോഡേൺ സ്റ്റൈലിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു മെയിൻ ഡോറും നമുക്കിവിടെ കാണാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിൻ്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. മെയിൻ ഡോർ തുറക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഇതേപോലെ ഒരു മനോഹരമായ പാനലിംഗ് വർക്കാണ്. വലിയൊരു സോഫ സെറ്റൊക്കെ ഇടാവുന്നത്ര സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഈ വീടിൻ്റെ ലിവിംഗ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. പാനലിംഗ് വർക്കും LED പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് സീലിംഗ് വർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ സ്റ്റാൻഡേർഡ് ആക്കി തന്നെയാണ് ഈ വീടിൻ്റെ TV യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിലായി ഇവിടെ നല്ലൊരു വാൾപേപ്പർ ഡിസൈനും നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി നമുക്കിവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിൻ വെക്കുന്നതിനായിട്ടുള്ള വർക്ക് കൂടി ഇവിടെ ഇനി പെൻഡിങ് ഉണ്ട്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഒരു ക്ലോസ്ഡ് കിച്ചൺ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നതും. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. നല്ലൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ വീടിൻ്റെ കിച്ചണിലും കാണാം. കിച്ചന് പുറമെയായി ഒരു വർക്ക് ഏരിയ കൂടി ബിൽഡർ പണിത് നൽകുന്നുണ്ട്. അതിൻ്റെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടി നീളം വരുന്നൊരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 3 പാളികൾ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വാർഡ്രോബും ഇവിടെ നൽകിയിട്ടുണ്ട്. മാർബിൾ ഫിനിഷ് വരുന്ന മൈക്കയാണ് ഇവിടെ വാർഡ്രോബിനായി യൂസ് ചെയ്തിരിക്കുന്നത്. മനോഹരമായൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ ബെഡ്റൂമിൽ കാണാം. സെറാബ്രനിലെ ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട്. വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് പോയി നോക്കാം. GA ട്യൂബിൽ വുഡൻ സ്റ്റെയർസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സ്റ്റെയർവേയിൽ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തുകൊണ്ടുള്ള മനോഹരമായൊരു ഡിസൈൻ വർക്കും നമുക്കിവിടെ കാണാം. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന ഇന്റീരിയർ വർക്ക് ഡിസൈനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സീലിംഗിലും വാളിലും LED പ്രൊഫൈൽ ലൈറ്റ് കണക്ട് ചെയ്തുകൊണ്ടുള്ള നല്ലൊരു ഡിസൈൻ വർക്കൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി നേരെ ഈ വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടി നീളം വരുന്നൊരു വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. 3 പാളിയിലുള്ള ഒരു വാർഡ്രോബും നമുക്കിവിടെ കാണാം. ഗ്രൗണ്ട് ഫ്ലോറിലുള്ളതുപോലെ തന്നെ സെയിം ഒരു സീലിംഗ് വർക്ക് തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ആക്കി തിരിച്ചിരിക്കുന്ന ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീട്ടിലെ 3ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഈ ബെഡ്റൂമാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ ബെഡ്റൂം. ഏകദേശം 10 അടിയോളം വീതിയും 13 അടിയോളം നീളം വരുന്ന വലിയൊരു ബെഡ്റൂമായിട്ടാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. വെറ്റ് ആൻഡ് ഡ്രൈ ആക്കി തിരിച്ചിരിക്കുന്ന ഒരു വലിയൊരു ബാത്റൂം ഇവിടെയും നൽകിയിട്ടുണ്ട്. 3ാമത്തെ ബെഡ്റൂമിൽ നിന്നാണ് ഈ വീടിൻ്റെ ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസിലേക്കും അവിടെ നിന്ന് ടെറസിലേക്ക് പോകാനുള്ള എൻട്രൻസ് നൽകിയിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള ഒരു പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കൊന്ന് കടന്നു ചെല്ലാം. ടഫൺ ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടോപ്പ് കൊടുത്താണ് ഹാൻഡ് റെയിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ബാൽക്കണിയുടെ ഒരു പ്രധാന അട്രാക്ഷൻ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്ന LED പ്രൊഫൈൽ ലൈറ്റ് ഡിസൈൻ.
വീടുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിൻ്റെ വിലയൊന്ന് നോക്കാം. 3 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമാക്കി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 83 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇടപ്പള്ളി ഭാഗത്ത് വീട് നോക്കുന്നവർക്കായി വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ വീട്. ഇന്നത്തെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.